പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ ഒരു വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാലോ എന്ന് തോന്നിട്ടോ. അപ്പോ ഇതാണ് കേട്ടോ വീഡിയോ. എനിക്ക് എന്റെ കുഞ്ഞമ്മന്നോ ചിറ്റാന്നൊക്കെ വിളിച്ചാണല്ലോ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്. വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ, അല്ലാതെ എന്നെ ഒരു വലിയ അഡൽട്ട് ആയിട്ട് കാണരുത്. എന്ന് വെച്ചാൽ എനിക്ക് ഇമ്മച്ചുവർ ആണ്, അങ്ങനെയല്ല. എനിക്ക് ഇവിടെ വളർച്ചെടുത്താലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോൾ ഒരു കുട്ടിയാണ്. ഇപ്പൊ ലിയാൻ പോലും നമ്മളെയൊക്കെ പേരാ വിളിച്ചോണ്ടിരുന്നത്. എനിക്കതാ ഇഷ്ടം. സോ എന്നെ മിക്കവാറും ഞാൻ പേരെ വിളിക്കാൻ പറയും. ഐ ഡോണ്ട് മൈൻഡ് വിത്തുന്നോ ഇഷാനിന്നോ അങ്ങനെ വേറെ എന്തെങ്കിലും ഷോർട്ട് ഫോം വിളിക്കാൻ പറയും. അല്ലാതെ എനിക്ക് എന്നെ സീരിയസ് ആയിട്ട് നമ്മൾ പോലും അമ്മയുടെ സിസ്റ്ററിന്റെ കുഞ്ഞമ്മ എന്നല്ല വിളിക്കുന്നത്, നമ്മൾ ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത്. ചിന്നമ്മ ഇസ് ദ തമിഴ് വേർഷൻ ഓഫ് കുഞ്ഞമ്മ ഉള്ളി. പക്ഷെ കുഞ്ഞമ്മ എന്നുള്ള വാക്ക് നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. എന്തോ നമ്മൾ ഒട്ടും കേട്ട് പരിചയമില്ലാത്ത. സോ കുഞ്ഞമ്മ ഇസ് നോട്ട് ഈവൻ എൻ ഓപ്ഷൻ. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ചിറ്റാന്നൊക്കെ വിളിക്കുമ്പോൾ ഐ ഡോണ്ട് നോ അത് എന്ത് റിലേഷനിലാണ് അങ്ങനെ വിളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതും നമുക്കൊരു കോമഡിയാണ്, നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അപ്പൊ എന്നെ ഞാൻ പേര് വിളിക്കാനായിരിക്കും. എന്റെ പേര് വിളിച്ചു തുടങ്ങാൻ കുട്ടി കുറച്ചു കാലം എടുക്കും. എന്നാലും അപ്പൊ അതൊക്കെ അറിയാല്ലേ, ഒരു കുട്ടി പേര് വിളിച്ചു തുടങ്ങാൻ കുറച്ച് കാലം എടുക്കുമെന്നാണ് പറയുന്നത്. ഇത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചിരിയാണോ, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇത് എന്ത് വിവരക്കേടൊക്കെയാണ് ഈ പറയുന്നത്. അതായത് ഈ കുട്ടിയുടെ ചേച്ചിയും കണ്ടാണെന്ന് തോന്നുന്നത്. പിന്നെ അതായത് നമ്മള് കൃഷ്ണകുമാർ അവരെ മോളാണ് കേട്ടോ. അപ്പൊ അവര് ചാനലിൽ Q&Aയിൽ പറയുന്ന ഓരോ ക്വസ്റ്റ്യന് കൊടുക്കുന്ന ആൻസർ ആണ്. അപ്പൊ ചേച്ചിയുടെ കുട്ടി സാധാരണ പിന്നെ നമ്മളെ നാട്ടു നടപ്പനുസരിച്ച് കുഞ്ഞമ്മ, കുഞ്ഞ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിളിക്കുന്നത്. പിന്നെ ചേച്ചിയുടെ മക്കള് അനിയത്തി നമ്മളെ കുഞ്ഞാന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? ഇതിനോട് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? ശുദ്ധ മണ്ടത്തരവും വിവരക്കേടുമായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാണ് അത്. ഇനി വേറൊരു ക്വസ്റ്റ്യനുള്ള ആൻസർ കൊടുക്കുന്നതാണ് എനിക്ക് ഒട്ടും ചോദിക്കാൻ പറ്റാത്തത്. വിളിച്ചു തുടങ്ങാൻ കുട്ടി കുറച്ചു കാലം എടുക്കും. ഇത് ചേച്ചിയുടെ കുട്ടി ഇനിയിപ്പോ അതാണ് എന്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ എന്റെ അമ്മയുടെ കുട്ടിയാണ്. ഞാൻ ആരുടെ അമ്മ ആവത്തില്ല, ആന്റി ആവത്തില്ല. സോ എന്റെ പേരായിരിക്കും ഞാൻ. 15th question. അപ്പോ ഈ കുട്ടി പറഞ്ഞു വരുന്നത് ഈ കുട്ടി ഒരു ചെറിയ കുട്ടിയാണെന്നും ഈ കുട്ടീനെ ആരും വലിയ കുട്ടിയായിട്ട് കാണരുതെന്നും പിന്നെ ഈ കുട്ടീനെ, അതായത് നിങ്ങൾക്ക് ആർക്കും ചിരി വരരുത് കേട്ടോ, ഈ കുട്ടി എപ്പോഴും എനിക്ക് ഇവിടെ വളർന്നിട്ടുണ്ട്, എനിക്ക് ഇങ്ങോട്ട് വളർന്നില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ കുട്ടി കൊടുക്കുന്ന ആൻസർ കേട്ടാൽ ഇവിടെ ഒരു വളർച്ചയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശുദ്ധ മണ്ടത്തരമാണ് കേട്ടോ പറയുന്നത്. പിന്നെ സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടാവുന്ന കാര്യം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ കുട്ടി എന്താ പറയാ കല്യാണം കഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോ കല്യാണം കഴിച്ചാൽ ഒരു കുട്ടിയായ ആ കുട്ടിയുടെ വിധി നിങ്ങളൊന്ന് അതിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്. ഈ ലോകത്ത് ഒരമ്മ എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം അറിയാമോ കുഞ്ഞേ? നിനക്ക് അറിയാമോ? എത്രത്തോളം സ്ത്രീകൾ മക്കളില്ലാതെ കിടന്ന് മരുന്നും കാര്യങ്ങളും കഴിച്ചു അമ്മ എന്നൊരു വിളിക്കും അച്ഛ എന്നൊരു വിളിക്കും വേണ്ടി എത്രയോ കൊതിക്കുന്നവര് നമുക്ക് ചുറ്റും ഉണ്ടെന്ന് അറിയാമോ? അപ്പൊ ഈ അമ്മ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം അറിയാതെ ഇങ്ങനെ വന്നിരുന്ന് വളവളവളവളാന്ന് മണ്ടത്തരം പറയുന്നതിൽ ഇതും എനിക്ക് തോന്നുന്നില്ല. ഇത് ശുദ്ധമായ മണ്ടത്തരായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്, കോമഡി ആയിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ അഹങ്കാരം ആപത്താണ് കേട്ടോ മനുഷ്യർക്ക്. കുറച്ചൊക്കെ അഹങ്കാരം വേണം. ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ എന്ത് ചെയ്താലും എല്ലാവരും അത് അംഗീകരിക്കും, ഞങ്ങൾ അങ്ങ് വലിയ നിലയിലുള്ള ആൾക്കാർ. ഈ അഹങ്കാര അഹമ്മതിയൊക്കെ കുറയ്ക്കുന്നതാട്ടോ നല്ലത്. ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടൊന്നും അവര് കുറയ്ക്കാൻ പോണില്ല. എന്നാലും ഞാനൊരു ഉദാഹരണം പറയട്ടെ. എന്റെ ഇതിനോട് ചോദിക്കുന്ന എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അവരെല്ലാം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി പോലും എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ചേച്ചിയുടെ കുട്ടി എന്നെ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇതൊരു സ്ത്രീയാണോ? ഒരു പെണ്ണായിട്ടുള്ളൊരു പെൺകുട്ടിയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇയാളമ്മ ഈ കുട്ടിയുടെ പേര് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചാനലൊന്നും കാണാറൊന്നുമില്ല. ഞാനിതിങ്ങനെ ഇങ്ങനെ യൂട്യൂബില് വീഡിയോസ് കണ്ട് പോയപ്പോ കണ്ടതാണ് കേട്ടോ. അപ്പൊ എനിക്കിങ്ങനെ ചെയ്യാന്ന് തോന്നിയതാണ്. എനിക്ക് അറിയത്തില്ല, ഉള്ള കാര്യം പറയാലോ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇയാൾ അമ്മേനെ അമ്മ എന്നല്ലേ ഇയാള് വിളിക്കുന്നത്? അല്ലേ?
അല്ലെ? അപ്പൊ ആ അമ്മ എന്ന് വിളിക്കുമ്പോ എത്രത്തോളം ആ അമ്മ സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് എനിക്ക് ഇത് ശുദ്ധ വിവരക്കേടും ബുദ്ധിയില്ലായ്മയായിട്ടാട്ടോ തോന്നുന്നത്. പിന്നെ ഒന്നാലോചിച്ചാൽ എനിക്ക് ഈ വീട്ടുകാരോട് പറയാൻ ഒന്നേ ഉള്ളൂ, വെറുതെ ഈ കുട്ടീനെ കെട്ടിക്കാതിരിക്കുക. ഒരു അമ്മയായാൽ ആ കുട്ടിയെ അംഗീകരിക്കത്തില്ലെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇതിനെ കുറിച്ച് കുറെ ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ട് കുറെ ചിരിച്ചു. അപ്പോ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. നമ്മള് ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക കുട്ടി. ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ പറയാനും ശ്രമിക്കുക. അല്ലാതെ ഈ അമ്മ എന്ന് പറയുന്ന വാക്കിനൊന്നും ഒട്ടും അർത്ഥമില്ലാത്ത രീതിയിലൊക്കെയാണോ ചിത്രീകരിക്കുന്നത്? ഇയാൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഈ ലോകത്ത് എത്രയോ എനിക്ക് 2 കുട്ടികളുണ്ടെന്നേ. എന്റെ മക്കൾ എന്നെ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഞാൻ എത്രത്തോളം ഞാൻ സന്തോഷിക്കുന്നുണ്ടെന്നറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ തരണം ചെയ്ത് ഓരോ ദിവസവും മുമ്പോട്ട് നീങ്ങുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടി ജീവിക്കാനാണ്, അല്ലേ? നമ്മളൊരു അമ്മയായതുകൊണ്ടാണ്. ഇപ്പൊ ഞാനൊരു അമ്മയല്ലെങ്കിൽ എനിക്ക് കഷ്ടപ്പാടും ഇതും വരുമ്പോ എനിക്ക് എന്റെ ജീവിതം വേണ്ടാന്ന് വെക്കാം. പക്ഷെ നമുക്ക് ഇപ്പൊ എന്താണ്, നമ്മളൊരു അമ്മയാണ്. ഒരു സ്ത്രീ അമ്മയാവണം. അപ്പോഴാണ് ആ സ്ത്രീ പൂർണ്ണമായിട്ട് ഒരു സ്ത്രീയായിട്ട് മാറുന്നത്, അല്ലെ? അല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാണ്? ഇതൊക്കെ കുറച്ച് മണ്ടത്തരം മാത്രമല്ല കേട്ടോ. അപ്പൊ ഇത് മണ്ടത്തരം മാത്രമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. ഇതിന്റെ തല മൊത്തത്തിൽ ഇതിന് അഹങ്കാരം പിടിച്ചിരിക്കുന്ന ഒരു അഹങ്കാരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ അഹങ്കാരവും അഹമതിയുമാണ് കേട്ടോ. കുറെ ജാട പൊങ്ങച്ച ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ തോന്നുന്നത്. അപ്പൊ എന്റെ അഭിപ്രായമായിട്ടാ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ എന്താന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ കയറി സബ് ചെയ്യാത്തവരെല്ലാം സബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ടിരുന്നിട്ട്